ഹായ്, നമ്മുടെ സാക്രിഡ് സ്പേസിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു. അപ്പോൾ 2026 നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡിവൈൻ മാസ്കുലിൻ എനർജി നമ്മളിൽ സെറ്റിലായി എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു ഡിവൈൻ മാസ്കുലിൻ എനർജി നമ്മളിൽ സെറ്റിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശിവബോധമാണ് നമ്മളിൽ ഇറക്കുന്നത്. നമ്മുടെ ബേസ്, നമ്മുടെ ഫൗണ്ടേഷൻ നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നമ്മളിൽ ക്രിയേറ്റീവ് സൈഡ് ഓപ്പണായി നമ്മൾ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് വരുമ്പോൾ നമ്മളിൽ എന്താണ് ആ ഇൻഡിപെൻഡൻസി, സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ആ ആത്മാവിൻ്റെ സ്ഥിതി ഉണ്ടല്ലോ, ആ ഫ്രീഡം, അൾട്ടിമേറ്റ് ഫ്രീഡം, അതിലേക്ക് നമ്മൾ കണക്റ്റായി എന്നുള്ളതാണ്. അപ്പോൾ പിന്നീട് നമ്മൾ പുറത്തേക്ക് ഒന്നിനും നമ്മൾ പോവേണ്ടതില്ല. എല്ലാം നമ്മളിൽ തന്നെ സെറ്റിൽഡാണ്. നമുക്ക് വേണ്ടുന്ന സ്നേഹം, കരുണ, കമ്പാഷൻ, വാത്സല്യം എല്ലാം നമ്മളിൽ നിന്ന് തന്നെ നമ്മൾ സ്വീകരിക്കുകയാണ് ചെയ്യുക. സോ ഈ 2026 നമ്മൾ ചേസിങ്ങിനുള്ളതല്ല, നമുക്ക് ആരെങ്കിലും ഫോളോ ചെയ്യേണ്ടതായിട്ടുള്ളതല്ല, അല്ലെങ്കിൽ നമ്മൾ എന്തിനെങ്കിലും ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഈ 2026 ഫുള്ള് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളിലെ പരിവർത്തനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരിക, നമ്മളെ സ്ട്രോങ് ആക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളുടെ ശാരീരിക തലത്തിൽ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് യോഗ, എക്സർസൈസ്, ഏതാണ് നമ്മൾ ശരീരത്തിന് കൊടുക്കാനായിട്ടിരിക്കുന്ന ആ ഒരു ഹീലിങ് അല്ലെങ്കിൽ ആ ഒരു പ്രാക്ടീസ് അത് ചെയ്ത് വരിക. അതുപോലെ തന്നെ നമ്മുടെ പ്രാണിത്തലം അതിനെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ നാഡി മണ്ഡലം ശുദ്ധമാക്കുന്നതിന് വേണ്ടിയിട്ട് ചക്രാസ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മനസ്സിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ചെയ്യാം. ദെൻ അതിനുശേഷം നമ്മളുടെ ഇൻറ്റ്യൂഷൻ അവിടെ ഓൾറെഡി നമുക്ക് എന്താവും, അതവിടെ സെറ്റിലാവും അല്ലേ. പിന്നെ നമ്മൾ മനസ്സിൻ്റെ ലൂപ്പിലേക്ക് പെടുന്നില്ല, നമ്മുടെ ഇന്നർ വിസ്ഡം നമ്മളെ ഗൈഡ് ചെയ്യുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു ഇന്നർ വിസ്ഡത്തിൽ നിന്ന് നമ്മൾ ശിവബോധത്തെ ഒന്നും കൂടെ കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുക. സോ നമ്മളുടെ ആ ഒരു ബേസിൽ നിന്നിട്ട് നമ്മൾ ജീവിക്കുന്നത് കൊണ്ട് തന്നെ ജീവിതം എന്ന് പറയുന്നത് ലൈഫ് ഫോഴ്സാണ് അല്ലേ. നമ്മളുടെ ശക്തി പ്രകടമാകുന്നത് നമ്മളിലൂടെ, അതുകൊണ്ടാണ് ജീവിതം നമ്മളിലൂടെ നടക്കുന്നത്. സോ നമ്മളില്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ശക്തി പ്രകടമാവേണ്ടതില്ല, അത് ശിവത്തിൽ തന്നെ അത് സെറ്റിലാവും. സോ നമ്മളിപ്പോൾ ഈ മനുഷ്യരൂപത്തിൽ ഇവിടെ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ രണ്ട് എനർജിയെയും, മാസ്കുലിൻ എനർജിയെയും ഫെമിനിൻ എനർജിയെയും ബാലൻസ് ചെയ്ത് കൊണ്ടുപോവേണ്ടതായിട്ടുണ്ട് അല്ലേ. സോ ആ ഒരു ബാലൻസിങ്ങിലേക്കാണ് നമ്മൾ ഈ ഒരു 2026 യൂസ് ചെയ്യുക. അപ്പോൾ ഒരുപോലെ അല്ലേ, നമ്മൾ വണ്ണസിൻ്റെ എനർജിയിലേക്ക് വന്നത് കൊണ്ടാണ് നമുക്ക് ശിവബോധമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയത് അല്ലേ. അപ്പോൾ അതായത് ഡിവൈൻ മാസ്കുലിൻ എനർജി പുറത്തു നിന്നല്ലാന്ന് നമ്മൾ മനസ്സിലാക്കിയത് എന്തുകൊണ്ടാണ്, ശിവബോധം നമ്മളിൽ സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ടാണ്, അത് സെറ്റിൽ ആയതുകൊണ്ടാണ്, അത് നമ്മുടെ ഫൗണ്ടേഷൻ ആയതുകൊണ്ടാണ് അല്ലേ. നമുക്ക് ക്രിയേറ്റീവ് സൈഡ് അത് ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതും നമ്മുടെ ക്രിയേറ്റീവ് സൈഡ് എന്താണ്, അത് ക്ലിയറൻസ് സംഭവിച്ച് അതും സെറ്റിലായതിൻ്റെ ഒരു സിഗ്നലാണ്. സോ എന്താ പറയുക, ഈ വണ്ണസിൽ നിന്നിട്ട് ഇനി നമ്മൾ ഡ്യുവാലിറ്റി ഫങ്ഷൻ ചെയ്യുന്നില്ല അല്ലേ. അല്ലെങ്കിൽ നമ്മൾ ടിൻ ഫ്ലെയിം, അത് നമ്മുടെ മസ്കുലിൻ എനർജി വേറൊന്നായിട്ട് നമ്മൾ കരുതുന്നില്ല, അതിൻ്റെ പുറകെ നമ്മൾ ചേസ് ചെയ്യുന്നില്ല. എല്ലാം നമ്മളിൽ തന്നെയാണ്, നമ്മളിൽ തന്നെ അലൈനായിട്ടിരിക്കുകയാണ്, എല്ലാം നമ്മൾ തന്നെ സെറ്റിലായിട്ടുണ്ട്. സോ ഈ ഒരു വർഷം നിങ്ങളുടെ ഈ സെൽഫ് ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹം അത് നടക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങളുടെ ഇഷ്ടങ്ങളെ, ആഗ്രഹങ്ങളെ, ആവശ്യങ്ങളെ, അത്യാവശ്യങ്ങളെ അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് ഏറ്റവും പ്രാധാന്യമുള്ളത് ഈ നിമിഷത്തിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ നിമിഷത്തെ പോലും എന്താണ് സാക്ഷിയായിട്ടിരിക്കുകയാണ്, ഈ നിമിഷത്തിന് പോലും സാക്ഷിയായിട്ടിരിക്കുക. അതായത് നമ്മുടെ മനസ്സിന് സാക്ഷി, നമ്മുടെ ശരീരത്തിന് സാക്ഷി, നമ്മുടെ ബുദ്ധിക്ക് സാക്ഷി, നമ്മുടെ ഓർമ്മയ്ക്ക് സാക്ഷി, അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന് പോലും നമ്മൾ ഈ നിമിഷം നമ്മൾ എവിടെയാണ് അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് എന്നത് നമ്മൾ ബോധം കൊണ്ടാണ് മനസ്സിലാകുന്നത്. ആ ബോധത്തിന് പോലും സാക്ഷിയായിട്ടിരിക്കുന്ന ഒരു സാക്ഷിഭാവത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. ഇനി നമ്മൾ പഴയ ലൂപ്പിലേക്ക്, ടിൻ ഫ്ലെയിം ചാനൽ, ടിൻ ഫ്ലെയിം വീഡിയോസ്, ഇതിൻ്റെ പുറകെ നമ്മൾ റണ്ണ് ചെയ്യുന്നില്ല, അതിനെ നമ്മൾ ചേസ് ചെയ്യുന്നില്ല. എന്താണ് വരുന്നത് അതിനെ നമ്മൾ ജസ്റ്റ് മനസ്സിലാക്കുന്നു. ഓക്കെ, അതിന് നമ്മൾ ജസ്റ്റ് ഒന്നിൻ്റെയും പുറകെ നമ്മൾ ഓടുന്നില്ല. എന്താണ് വരുന്നത് അതിനെ നമ്മൾ സ്വീകരിക്കുന്നു. ഇപ്പം ടിൻ ഫ്ലെയിം വീഡിയോ നമ്മുടെ മുന്നിലേക്ക് വന്നു, അത് നമുക്ക് വേണ്ടുന്നതാണെങ്കിൽ അത് നമുക്ക് ആ സമയത്ത് നമ്മുടെ ഇൻറ്റ്യൂഷനോടെ വർക്ക് ചെയ്യുന്നത് കൊണ്ട് നമുക്കത് സെലക്ട് ചെയ്യാൻ, ചൂസ് ചെയ്യാൻ എളുപ്പമാണ്. നമുക്ക് വേണ്ടുന്നത് നമ്മളിലേക്ക് ഡിവൈൻ തന്നെ കണക്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ അതിനെ ജസ്റ്റ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക, അതിനെ മാത്രം നമ്മൾ ഇൻറ്റ്യൂഷനെ നമ്മൾ ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2026 എല്ലാവർക്കും നമ്മളുടെ വണ്ണസിൻ്റെ എനർജിയിൽ നിന്നിട്ട് ഈ രണ്ട് എനർജീനെ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയട്ടെ.
താങ്ക് യു ഓൾ.